കളിയിക്കാവിള കൊലപാതകത്തിലെ ദുരൂഹത നീക്കാൻ തമിഴ്നാട് പോലീസ് പ്രതി അമ്പിളിയെ വിശദമായി ചോദ്യം ചെയ്യും. കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ നൽകാനാണ് നീക്കം. കൊല്ലപ്പെട്ട ദീപുവിന്റെയും പ്രതിയുടെയും ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. അഷിൻ ഡിയാഗോ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. അഷിൻ ഡിയാഗോ, കളിയിക്കാവിള കൊലപാതകത്തിൽ പുറത്തുവരേണ്ട പല കാര്യങ്ങളുമുണ്ട്. ദീപുവിനെ കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാണോ, അതോ യാത്രാമധ്യേ കയറിയയാൾ തർക്കമുണ്ടായപ്പോൾ കൊന്നിട്ട് കടന്നു കളഞ്ഞതാണോ, 10 ലക്ഷത്തിന് വേണ്ടി കൊന്നതാണോ, ഗുണ്ടാ സംഘമുണ്ടോ? അങ്ങനെ ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ അനവധി ബാക്കി നിൽക്കുമ്പോൾ എങ്ങനെയാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ഈ കേസിൽ അതിനിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ ഈ പ്രതി നൽകിയിട്ടുണ്ട്, പോലീസിന് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇയാൾ പറയുന്ന പകുതിയിലധികം കാര്യത്തിൽ വൈരുദ്ധ്യമുണ്ട് എന്നും പോലീസ് തന്നെ പറയുന്നുണ്ട്. ഇയാളുടെയും കസ്റ്റഡിയിലുള്ള ഭാര്യയുടെയും മൊഴികൾ പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. കാരണം ഈ കൃത്യം നടക്കുമ്പോൾ ഈ പ്രതി അമ്പിളി വീട്ടിലുണ്ടായിരുന്നു എന്നാണ് ഭാര്യ പറയുന്നത്. പക്ഷേ ഇത് പോലീസ് ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. കാരണം ഇയാൾ വീട്ടിലുണ്ടെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചതിന് ശേഷമാണ് ഈ ദീപുവിനൊപ്പം, ക്വാറി ഉടമയായ ദീപുവിനൊപ്പം പോയത് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ ഏറെ ദുരൂഹതകളുണ്ട്. കാരണം ഇയാൾ ഒറ്റയ്ക്കാണോ ഈ കൃത്യം നടത്തിയത്, മറ്റ് ആളുകളുടെ സഹായം ഉണ്ടായിരുന്നു, എന്തിനായിരുന്നു ഈ കൃത്യം നടത്തിയത്, അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനുവേണ്ടി ഇയാളെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തും. പിന്നീട് കുഴിത്തുറ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനും സാധ്യതയുണ്ട്. ഇവരുമായി ഈ പ്രതി അമ്പിളി, അതുപോലെ തന്നെ മരണപ്പെട്ട ദീപു, ക്വാറി ഉടമയായ ദീപു, ഇവരുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളുടെ മൊഴിയും പോലീസ് ശേഖരിക്കും. വിവിധ ഇടങ്ങളിലെത്തി ഇയാൾക്കൊപ്പം തെളിവെടുപ്പ് നടത്താനും പോലീസ് സാധ്യതയുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം, കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ തൻ്റെ വെള്ളക്കാറിൽ ദീപുവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തുന്നത്. ഈ സമീപത്ത് തന്നെയുള്ള വർക്ക്ഷോപ്പ് ഉടമകളാണ് ഇത്തരത്തിൽ ഈ ഒരു അസാധാരണമായ നിലയിൽ വണ്ടി ഇരച്ചുകൊണ്ട് നിർത്തുന്നത് കണ്ടിട്ട് പരിശോധന നടത്തി ഈ ഒരു സംഭവം പുറത്തറിയുന്നതും. ഇത് ഒരാൾ വണ്ടിയിൽ കയറുന്നു, 10 ലക്ഷം രൂപ എടുക്കുന്നു, തിരിച്ചു പോകുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പോലീസിന് ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല മറ്റൊന്ന്, ദീപുവിൻ്റെ കുടുംബം പറയുന്നത് ഇത്തരത്തിൽ ഇയാൾക്ക് ഭീഷണി ഉണ്ടായിരുന്നു, ഗുണ്ടാ സംഘങ്ങളുടെ ഭീഷണി ഉണ്ടായിരുന്നു എന്നും ദീപുവിൻ്റെ കുടുംബം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു കൊട്ടേഷൻ ആണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ അമ്പിളി നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴികളിൽ ഒന്ന്, ഈ കൊട്ടേഷൻ, ഈ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഇയാൾ തന്നെയാണ് തന്നെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയത് എന്നൊരു മൊഴിയും ഈ അറസ്റ്റിലായ പ്രതി പോലീസിന് നൽകിയിരുന്നു. ഇതും പോലീസ് ഇപ്പോൾ നിലവിൽ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. പക്ഷേ ഈ ഒരു കൊട്ടേഷൻ ഇതിലുണ്ട് എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് പോലീസ്. കാരണം ദീപുവിൻ്റെ കുടുംബം നേരത്തെ ഇത്തരത്തിൽ വന്നിട്ടുള്ള ഭീഷണി സന്ദേശങ്ങളടക്കം പോലീസിന് കൈമാറിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു തലത്തിലേക്ക് കൂടി അന്വേഷണം നീക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇന്നലെയാണ് ഈ പ്രതി അമ്പിളിയെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കന്യാകുമാരി SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ തിരുവനന്തപുരത്ത് തന്നെ നിന്നും പിടികൂടിയത്. എന്തായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത്, ഇയാളുടെ ഭാര്യയും കസ്റ്റഡിയിലുണ്ട്, ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തി കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. സുജിയ. ഓക്കെ, അഷിൻ ഡിയാഗോ, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. അമ്പിളിയുടെ പിന്നിലാര്, അമ്പിളിയും കൊല്ലപ്പെട്ട ദീപവും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണങ്ങൾ നൽകുന്ന സൂചന എന്താണ്? ഇവർ തമ്മിൽ ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നോ? ഒരു വസ്തു ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട തർക്കമൊക്കെ നെടുമങ്ങാട് മേഖലയിൽ ദീപുവിനുണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലേക്കും അന്വേഷണം നീങ്ങുകയാണ്. അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാൻ പ്രേക്ഷകർ തുടരുക. റിപ്പോർട്ടറിനൊപ്പം നമ്മുടെ